തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വരവറിയിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ ചില ഭാഗങ്ങളിലും ബംഗാൾ ഉൾക്കടലിന്റെ തെക്ക് ഭാഗത്തുമാണ് പ്രതീക്ഷിച്ചതിനേക്കാളും മുന്നേ മൺസൂൺ എത്തിയത്. സാധാരണഗതിയിൽ എത്തേണ്ട തീയതിയേക്കാൾ ഒരാഴ്ച മുമ്പാണിതെന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കനത്തതോ വളരെ ശക്തമായതോ ആയ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതായും IMD അറിയിച്ചു. ഇതിനോടൊപ്പം കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതായും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ നിക്കോബാർ ദ്വീപുകളിൽ ഒറ്റപ്പെട്ട കനത്ത മഴ രേഖപ്പെടുത്തിയേക്കാം. തുടർന്നുള്ള 4-5 ദിവസങ്ങളിൽ അതിശക്തമായ മഴയും കാറ്റും ഉണ്ടായിരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ചില ഭാഗങ്ങളിൽ മൺസൂൺ നേരത്തെ എത്താൻ കാരണമെന്നും IMD വിശദീകരിച്ചു. വടക്കുകിഴക്കൻ അസം, ജമ്മു കശ്മീർ, ലഡാക്ക്, പഞ്ചാബ്, ഹരിയാന, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും IMD വ്യക്തമാക്കി. എന്നാൽ അതോടൊപ്പം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് കേരള തീരത്ത് രാത്രി 11:30 വരെ 0.4 മുതൽ 0.7 മീറ്റർ വരെയും, തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൂവാർ വരെയുള്ള തീരങ്ങളിൽ വൈകിട്ട് 5:30 വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയാണെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കന്യാകുമാരി തീരത്ത് രാത്രി 11:30 വരെ 0.8 മുതൽ 0.9 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾക്ക് സാധ്യതയും കാണുന്നുണ്ട്. കള്ളക്കടൽ എന്ന പ്രതിഭാസത്തെ കുറിച്ച് പറയുവാണെങ്കിൽ അപ്രതീക്ഷിതമായ കടലാക്രമണത്തിന് കാരണമാണ് കള്ളക്കടൽ പ്രതിഭാസം. സമുദ്രത്തിൽ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് തീരത്ത് തിരകൾ ഉണ്ടാക്കുന്നതാണ് കള്ളക്കടൽ പ്രതിഭാസം. കരയിലേക്ക് മഴയോ കാറ്റോ വരാതെ തന്നെ തിര ഉയർന്നു പൊങ്ങും. അപ്രതീക്ഷിതമായി തിരകൾ അടിച്ചു കയറി തീരത്തെ കവർന്നെടുക്കുന്നതിനാലാണ് തീരദേശവാസികൾ ഈ പ്രതിഭാസത്തെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കേരള തീരത്ത് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ും ബോട്ട്, വള്ളം മുതലായ മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും റിപ്പോർട്ടുകളുണ്ട്. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിച്ച് കെട്ടിയിടുന്നത് കൂട്ടിയിടിച്ച് നാശനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഇതിനോടകം നിർദ്ദേശങ്ങളുണ്ട്. തെക്കൻ കേരളത്തിലും തൃശൂരിന്റെ തീരപ്രദേശത്തുമൊക്കെ ശക്തമായ കടലേറ്റം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. കടലാക്രമണത്തിൽ നിരവധി വീടുകളും വള്ളങ്ങളും ഒക്കെ തകർന്നിട്ടുമുണ്ട്. റോഡുകളിലും വെള്ളം കയറിയ അവസ്ഥകളിൽ ഉണ്ടായിരുന്നു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും കടൽക്ഷോഭം സംബന്ധിച്ച് ഒരു വിവരവും ലഭിച്ചിരുന്നില്ലെന്ന് പ്രദേശവാസികൾ അന്ന് ആരോപിച്ചിരുന്നു. അന്ന് ഇത്തരത്തിൽ കടൽക്ഷോഭം ഉണ്ടായത് തൃശൂർ പെരിഞ്ഞനം ബീച്ചിലാണ്. കടലേറ്റത്തിൽ നിരവധി വള്ളങ്ങളും വലകളും നശിച്ചു. തെമ്മാർ എന്ന പ്രതിഭാസമാണെന്നാണ് തൊഴിലാളികൾ അന്ന് പറഞ്ഞിരുന്നത്. ഒരു ദിവസം പുലർച്ചെ കടൽ ചുഴലി കണ്ടിരുന്നതായും തൊഴിലാളികൾ പറഞ്ഞിരുന്നു. അതുപോലെ തിരുവനന്തപുരത്തും അന്ന് കടലാക്രമണം രൂക്ഷമായിരുന്നു. ഇതിന്റെ ഫലമായി നിരവധി വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തിരുന്നു. വലിയതുറ, പുഴിയൂർ, പൂന്തുറ തുടങ്ങിയ മേഖലകളിൽ സ്ഥിതി രൂക്ഷമായിരുന്നു. അഞ്ചുതെങ്ങ്, വർക്കല മേഖലകളിലും കടൽക്ഷോഭം ശക്തമായിരുന്നു. അതുപോലെ പുഴിയൂരിലും കടൽക്ഷോഭത്തിൽ വീടുകൾ തകരുന്ന സാഹചര്യം വരെ ഉണ്ടായി. കോവളത്തെ തീരപ്രദേശങ്ങളിലുള്ള കടകളിൽ വെള്ളം കയറിയിറങ്ങി. തുടർന്ന് പ്രദേശത്തെ വിനോദസഞ്ചാരികൾക്ക് താൽക്കാലിക വിലക്കും ഏർപ്പെടുത്തിയിരുന്നു. അതുപോലെ കടലിൽ ഇറങ്ങുന്നതിനും നിരോധനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് സമാനമായിരുന്നു ആലപ്പുഴയിലും. ഇവിടുത്തെയും സ്ഥിതി രൂക്ഷമായിരുന്നു. ജില്ലയിലെ പുറക്കാട്, വളഞ്ഞവഴി, ചേർത്തല, പള്ളിത്തോട് എന്നിവിടങ്ങളിലും കടലാക്രമണം രൂക്ഷമായിരുന്നു. അതുപോലെ ആറാട്ടുപുഴയിലും കടലാക്രമണം രൂക്ഷമായിരുന്നു. തൃക്കുന്നപ്പുഴ, വലിയഴിക്കൽ റോഡിൽ ഗതാഗതം വരെ നിലച്ചു. കോവളത്ത് വിനോദസഞ്ചാരികൾക്ക് വിലക്കും ഏർപ്പെടുത്തി. അതോടൊപ്പം കടലിൽ ഇറങ്ങുന്നതിനും നിരോധനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എന്തായാലും കേരളത്തിൽ കള്ളക്കടൽ ഉണ്ടാവുമെന്ന് പറയുന്ന സാഹചര്യത്തിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സംസ്ഥാനത്ത് മഴ ശക്തമാകും. വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്നും, എറണാകുളം, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെയുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് ഇതിനോടകം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്നുമാണ് മുന്നറിയിപ്പ്.